US ഫെഡ് 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി ബൈയിങ് നടത്തുന്നതും മൂലം കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റി 1.71% ഉയരുകയും ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് വീക്ക്ലി ബേസിസിൽ 0.3%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.9%മാണ് ഉയർന്നത്. ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസ്, ഓട്ടോ, FMCG, റിയാലിറ്റി തുടങ്ങിയ സ്റ്റോക്കുകളിൽ സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. അതേസമയം IT, ഫാർമ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ സ്റ്റോക്കുകൾ കറക്ഷൻ ഫേസിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 26,000 പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സൈക്കോളജിക്കൽ ലെവലാണ്. 25,300, 25,000 തുടങ്ങിയവ ഇൻഡെക്സിൻ്റെ കീ സപ്പോർട്ടാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. അൺമാൻഡ് ഏവിയേഷൻ വെഹിക്കിൾസിന് ആവശ്യമായിട്ടുള്ള ചില സബ് കമ്പോണൻസ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ജനറൽ അറ്റോമിക് എയറോനോട്ടിക് ലിമിറ്റഡുമായി HFCL എന്ന കമ്പനി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് HFCLനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഡ്രീം ഫോക്സ് സർവീസ് എന്ന കമ്പനിയുടെ സർവീസ് ടെമ്പററിലി ഡിസ്ട്രപ്റ്റഡ് ആയിട്ടുണ്ട്. അതേസമയം കമ്പനി അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താനും സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ക്വിക്കലി ശ്രമിക്കുന്നുവെന്ന് കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രീം ഫോക്സ് സർവീസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അസ്റ്റർ DM ഹെൽത്ത് കെയർ എന്ന കമ്പനി ഹൈദരാബാദിൽ ഒരു അസ്റ്റർ വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയുമായി ചേർന്ന് ലീസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടാതെ അപർണ കൺസ്ട്രക്ഷൻ ആൻഡ് എസ്റ്റിമേറ്റ് എന്ന കമ്പനിക്ക് വേണ്ടി ഓർഡർ നൽകുകയും ചെയ്തു. ഇത് അസ്റ്റർ DM എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. വോഡാഫോൺ ഐഡിയ എന്ന കമ്പനി അതിൻ്റെ 4G കവറേജ് 1.03 ബില്യണിൽ നിന്നും 1.2 ബില്യണിലേക്ക് ഉയർത്താനും 5G സർവീസ് കീ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ONGC എന്ന കമ്പനി ഓയിൽ എക്സ്പ്ലോറേഷനുമായി ബന്ധപ്പെട്ട് അസർബൈജാനിലെ ചില ഓയിൽ ഫീൽഡുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഇതുമായി ബന്ധപ്പെട്ട ഡീലിൽ കമ്പനി ഒപ്പുവയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് ONGC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. രാംകോ സിമൻറ്റ് എന്ന കമ്പനി അതിൻ്റെ സിമൻറ്റ് ഗ്രൈൻഡിംഗ് കപ്പാസിറ്റി 0.9 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിൽ 0.9 മെട്രിക് ടൺ ആനം എന്ന റേറ്റിൽ ഉയർത്തിയിട്ടുണ്ട്. ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ സിമൻറ്റ് ഗ്രൈൻഡിംഗ് കപ്പാസിറ്റി 23.14 മെട്രിക് ടൺ പെർ ആനത്തിൽ നിന്നും 24.04 മെട്രിക് ടൺ പെർ ആനമായി ഉയർത്തി 58 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കമ്പനി നടത്തിയത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. NTPCയുടെ സൈഡിൽ നിന്നും 800 മെഗാവാട്ട് ശേഷിയുള്ള സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിക്ക് 6,100 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ എന്ന കമ്പനി കലിംഗയിൽ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ബ്ലാസ്റ്റ് ഫർണസ് കമ്മീഷൻ ചെയ്യുകയാണ്. 27,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാണ് ഈ ബ്ലാസ്റ്റ് ഫർണസ് കമ്മീഷൻ ചെയ്യുക. ഇതുവഴി ടാറ്റ സ്റ്റീലിൻ്റെ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 3 മില്യൺ ടണ്ണിൽ നിന്നും 8 മില്യൺ ടൺ പെർ ആനമായി ഉയർന്നേക്കും. HDFC ബാങ്ക് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. HDB ഫിനാൻഷ്യൽ സർവീസിന് IPOയുമായി ബന്ധപ്പെട്ട അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് HDFC ബാങ്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസിലായിരിക്കും. ഭാരത് ഫോർജ് എന്ന കമ്പനി JS ഓട്ടോക്രാഫ്റ്റ് ആൻഡ് കാസ്റ്റ് ഫൗണ്ടറി ഇന്ത്യ എന്ന കമ്പനിയുമായി ചേർന്ന് ഷെയർ സബ്സ്ക്രിപ്ഷൻ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദാനി ടോട്ടൽ ഗ്യാസ് എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഏകദേശം $375 മില്യൺ ഫണ്ട് റൈസാണ് കമ്പനി നടത്തുക. PNB പരിവാസ്, DBS ബാങ്ക്, MUFG ബാങ്ക്, സുമിത്തോമോ മിസ്റ്റുമി ബാങ്കിംഗ് കോർപ്പറേഷൻ തുടങ്ങിയ ഇൻ്റർനാഷണൽ ഏജൻസികളിൽ നിന്നാണ് അദാനി ടോട്ടൽ ഗ്യാസ് ഫണ്ട് റൈസ് നടത്തുക. മാൻകൈൻഡ് ഫാർമയും 10,000 കോടി രൂപയുടെ ഫണ്ട് റൈസിന് തീരുമാനിച്ചിട്ടുണ്ട്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴിയുള്ള ഫണ്ട് റൈസ് ആയിരിക്കും കമ്പനി നടത്തുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.